എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈദ് സ്പെഷ്യലാണ്. ഞാൻ അതിനായിട്ട് കനം കുറഞ്ഞ സേമിയാണ് അല്ലെങ്കിൽ സേവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേമിയല്ല, അതിനെക്കാട്ടിലും കനം കുറഞ്ഞ തിന്നായിട്ടുള്ള സേമിയ വരുന്നുണ്ട്, അല്ലെങ്കിൽ സേവയ്യ. അപ്പോൾ ഇത് ഞാൻ 200 ഗ്രാമാണ്, 200 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കണം. ഇത് തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ചെറിയ പീസുകളാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ ബട്ടർ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി, ബട്ടറോ നെയ്യോ പുരട്ടി ഒന്ന് പുരട്ടിയെടുക്കാം. ഞാനൊന്ന് ഒരു തവയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ആ തവയിലേക്ക് കുറച്ച് ബട്ടറൊന്നും പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സേമിയയിൽ നിന്ന് പകുതി ഭാഗമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരേ ലെവലിൽ, എല്ലാ സൈഡും ഒരേ ലെവലിൽ വരത്തക്ക വിധത്തിൽ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തവയുടെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും അടിഭാഗം ലെവലിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ച് അതിൽ ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ക്രീമാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 ml മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഷുഗറാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ തികച്ചും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഷുഗർ കൂടുതൽ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിത് കഴിക്കുമ്പോൾ ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മധുരം ക്രീമിന് മതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ, നമുക്ക് ഈ കട്ടിംഗ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്, സ്റ്റൗവിൽ വെച്ചിട്ടല്ല. നന്നായിട്ടതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അങ്ങ് നന്നായിട്ട് ചെറിയ സിമ്മിൽ വെച്ച് വേണം, ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് ചൂടാക്കി എടുക്കാൻ. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ക്രീം ചീസ് കയ്യിലുള്ളവർക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് മോസറേല ചീസും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചീസ് സ്ലൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ മോസറേല ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചീസ് ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മെൽറ്റായി കിട്ടും. ചീസ് ക്യൂബ്സും ഒരു 2 ക്യൂബ്സ് മുതൽ 3 വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ടൊരു സിൽക്കി ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഷൈനിങ് നമുക്കിതിന് കിട്ടും. നമ്മൾ ക്രീം ചീസ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പാലിൻ്റെ പാട നമ്മൾ എടുത്ത് വെക്കുന്ന മലായി, അത് വേണമെങ്കിലും ഒരു 2-3 ദിവസത്തെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ട്
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് മോസറേല ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മോസറേല ചീസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്രീം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സേമിയയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ ബാക്കി കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒന്ന് ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ ബലം കൊടുത്ത് പ്രസ് ചെയ്യേണ്ട, ക്രീമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സേമിയയുടെ ബാക്കി ഭാഗവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. സേമിയ ഇട്ട് കൊടുത്ത് നമ്മൾ ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്, ക്രീമാണ്, അപ്പോൾ ഇത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി, ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിത് നന്നായിട്ടതൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ വീണ് കിടക്കുന്നതും നമ്മൾ ഇതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സൈഡിലേക്ക് നന്നായിട്ടത് ചേർന്ന് ഇരുന്നോളൂ. പിന്നെ നന്നായിട്ട് ഞാനിവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബലം കൊടുത്ത് നമ്മളിത് പ്രസ് ചെയ്യേണ്ട. ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കി ഇതിന് സ്റ്റൗവിലേക്ക് നമ്മൾ ഈ തവ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഗ്യാസ് നന്നായിട്ട് സിമ്മിലേക്ക് വെച്ചിട്ട് വേണം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിന് മുകളിലാണ് നമ്മൾ ഈ തവ വെച്ച് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇനി ഞാനൊരു സോസ് പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ച് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഒരുപാട് കുറുക്കി എടുക്കണ്ട, തിക്കായിട്ടുള്ള സിറപ്പല്ല നമുക്ക് വേണ്ടത്. 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഞാനിപ്പോൾ അതിനേക്കാളും വലിപ്പമുള്ള ഒരു തവ വെച്ചിട്ട് തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഇതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഡിഷിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് റോസ്റ്റായി വരാൻ വേണ്ടി നമ്മൾ തിരിച്ച് സ്റ്റൗവിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം. 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു സിമ്മിൽ വേണം വെച്ച് കൊടുക്കാൻ. ചൂട് കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി പൊടിയായിട്ടുള്ള പിസ്തയും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത പിസ്തയാണ്. സെൻറ്ററിലൊരു ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്, സെർവ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈദ് സ്പെഷ്യലാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ ടേസ്റ്റാണ്. എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, കഴിച്ചു നോക്കിയാലേ അറിയൂ. ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.